ദേഷ്യപ്പെടണ്ട. നല്ലൊരു തുമ്പിയുണ്ട്. അത് ടീക്കുട്ടിന്റെ കൂടെ ഫ്രണ്ട് ആവാൻ വേണ്ടി വന്നിരിക്കും. തുമ്പിയടാ നമ്മുടെ സാധനം. അയ്യോ തട്ടിക്കളിയിലെന്ന് പോകുമ്പോ വീഡിയോ എടുത്ത് കാണിച്ചിരുന്നു. നോക്കി എന്ത് ക്യൂട്ടാ നോക്കി. അയ്യോ പാവണ്ടോ, പാവം തുമ്പി. അത് ഈ കുട്ടി അത് നല്ല കുഞ്ഞി തുമ്പിയായിരുന്നു കേട്ടോ. അതിനിങ്ങനെ പേടിപ്പിച്ച് കളഞ്ഞോള്. നിക്ക് ഇന്നത്തെ വീഡിയോ പറഞ്ഞ ഗൈസ് നമ്മൾ ലുലു മോളിൽ വയ്യ കുറെ സാധനം കഴിഞ്ഞിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. 50% സെയിൽ ഉള്ളത് കൊണ്ടൊക്കെ ഞാൻ ഇത്രയൊക്കെ വാങ്ങത്തുള്ളൂ ഗൈസ്. 50% ആൻഡ് 20% ഓഫിന്. നമ്മൾ ലുലുവിൽ നമ്മൾ അങ്ങനെ എന്താ ചെയ്യാ, ടോയ്സ് അങ്ങനെ ഷോപ്പ് ചെയ്യാറില്ല അല്ലേ? ബിക്കോസ് ഇറ്റ്സ് വെരി വെരി എക്സ്പെൻസീവ് ആണ് ഓരോ ടോയിനും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്താ പറയുക 50% ഓഫർ പ്രമാണിച്ച് എല്ലാവർക്കും അറിയാലോ ലുലുവിൽ ഇപ്പോൾ ഓഫർ നടക്കുകയാണെന്ന്. അപ്പോൾ ടോയ് സെക്ഷനിൽ എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയെന്നുള്ളത് നോക്കാം. ഇവിടെ ആദ്യം തന്നെ അദ്വിക്കുട്ട കൊണ്ടുപോകാമത്തേ കൊണ്ടുവരും. ഇത് മൊത്തം ഹോട്ട് വീൽസ് ആണ്. ഇത് ഒന്നിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 179 ആണ് കേട്ടോ. അപ്പം ഇനി അദ്വിക്കുട്ടൻ്റെ കളക്ഷൻസ് വരുന്നേ ഉള്ളൂ. മോൺസ്റ്റർ ട്രക്കിൻ്റെ കളക്ഷൻസേ ഉള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ ചെയ്തിട്ടുള്ളവരെന്ന് കമൻറ്റ് ചെയ്യുക. ഗ്രീൻ കളർ ആവും. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ്. കുഞ്ഞി കൊണ്ടുവാടാ. ഡെക്ക് ആൻഡ് റോൾ കൊണ്ടുവന്നോ ഗൈസ്? ഇതൊന്നും അല്ല മോൺസ്റ്റർ ട്രക്ക്. എവിടെ നമ്മൾ വാങ്ങിയതൊക്കെ? എവിടെ എല്ലാം കൊണ്ടുവരും. ഓ മൈ ഗോഡ്, ഇതിന് പൊട്ടിച്ചല്ല, അവൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ടിയ അതിന് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ എന്താ നോക്കിയതാ കേട്ടോ. മോൺസ്റ്റർ ട്രക്ക് കൊണ്ടുവരൂ. ഇത് കൊണ്ടുവരുതേ. ഇതാണ് അദ്വിക്കുട്ടൻ്റെ കളക്ഷൻ ഗൈസ്. ഈ ഒരു ഹോട്ട് വീൽസിൻ്റെ ഈ ഒരു മോൺസ്റ്റർ ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരെണ്ണത്തിന് നമുക്ക് 500 റുപ്പീസാണ് വരുന്നത്. ഇനി ഉണ്ടല്ലോ ടിയ അദ്വിക്കുട്ടൻ മോൺസ്റ്റർ ട്രക്ക്. ഇത്രയൊന്നുമല്ല, ആ ഒരു പാക്കറ്റിൽ 3-4 ഒന്നും കൂടി ഉണ്ടല്ലോ, ഇനിയും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മറ്റേ എന്താ പറയുക മോൺസ്റ്റർ ട്രക്കിൻ്റെ കളക്ഷൻ ഉള്ളത്. നമ്മൾ ഓഫറിൽ വാങ്ങിയതാണ് ഇത്രയും കേട്ടോ. ഓഫറിലാണ് ഇത്. 1000 ആ ഒരു റേഞ്ച് വന്നൊരു സാധനമാണ്. ഇതും നമ്മൾ ടെസ്ലയൊന്നും അല്ല. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു വാങ്ങിയത്. ഇനി നമ്മൾ ടീക്കുട്ടിയുടെ കാണിച്ചു തരാം. ഈ അദ്വിക്കുട്ടനെ ഒന്നും വാങ്ങുന്നില്ല ഗൈസ്, അതാണ് പ്രശ്നം. ഗൈസ് റെപ്പൻസലാണ് ഗൈസ്. എനിക്ക് എൻ്റെ ഡ്രീം ആയിരുന്നു കേട്ടോ. ഓ മൈ ഗോഡ് കുഞ്ഞുമോനെ സിസ്റ്റർ. ഓ മൈ ഗോഡ് എന്ത് ഭംഗിയാ നോക്കി. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഞാൻ കുഞ്ഞുനാളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ഒരു ടോയ് ഒക്കെ വേണമെന്നാണെന്ന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ടിയ. ഈ ടീ ഒരു മിനിറ്റ് നോക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. പെണ്ണുകുട്ടി നിൽക്കൂ. ഓ മൈ ഗോഡ്, ഡിസ്നി പ്രിൻസസ് റെപ്പൻസിൽ. ഇതേ കെമിലിയാണിടാ അതിൻ്റെ. ഓക്കെ, ഇതിന് നിറച്ച് മുടിയുണ്ട്. ഇതിൻ്റെ റിയൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1400 രൂപ, 399 ആണ് കേട്ടോ. അപ്പം അത്രയും നമുക്ക് 20% ഓഫേ ഉള്ളൂ കേട്ടോ മറ്റേ ടോയ് സെക്ഷനിൽ. അപ്പോൾ അത് ടീക്കുട്ടി ഭയങ്കര ത്രില്ലടിച്ചിട്ട് ഈ ഒരു ബാർബി അല്ല, എന്താ ഡിസ്നിയുടെ ആണ്. അപ്പം നിങ്ങളും എല്ലാ പേരൻസും ലുലുവിൽ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇത്രയും ഓഫറായ സ്ഥിതിക്ക് നമുക്ക് വേറെ ഗ്രോസറീസ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. ബിക്കോസ് അത്ര ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടോയ് സെക്ഷനിൽ അങ്ങനെ ആരും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ, ഈവൻ ഓഫറായി പോയിട്ട് പോലും. അപ്പോൾ നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പക്ഷെ നമ്മൾ പോയ സമയം ശരിയായില്ല അല്ലടാ. 6 മണിക്കായിരുന്നു നമ്മളവിടെ എത്തി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ ഗായ്സ്, അങ്ങനെ ടീക്കുട്ടിയുടെ ഡ്രീമായ മെല്ലെ എടാ അത് പൊട്ടല്ലേ ഗൈസ്. അങ്ങനെ നമ്മുടെ റെപ്പൻസിൽ സുന്ദരി വന്നിട്ടുണ്ട്. ഓടാ എൻ്റെ ഡ്രീമാണ് മുത്തേ. മമ്മ ലവ്സ് ദിസ് റെപ്പൻസിൽ. നിക്കടാ ടിയ, മമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അദ്വിക്കുട്ട? യു ലവ് ഇറ്റ്? ബോയ്സ് എന്താ റെപ്പൻസിൽ ഇഷ്ടം? നിക്ക് ടിയ നോക്കട്ടെടാ, എന്ത് ഭംഗിയാ നോക്കിയിട്ട് ആ റെപ്പൻസിലിനെ കാണാൻ. ഈ കുട്ടി മെല്ലെ ഡിറ്റാച്ച് ചെയ്യും. ഓ മൈ ഗോഡ്, ഷീ ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ടിയ. എന്ത് രസതേ. റെപ്പൻസിൽ വരയ്ക്കുന്ന ഒരു ബോർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു ബോർഡ് നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്യാം. പിന്നെ കട്ട് ചെയ്ത് മുടി കട്ട് ചെയ്യല്ലേ കേട്ടോ ടിയ. കുട്ടി എല്ലാം കട്ട് ചെയ്യാണ് ഇതിൻ്റെ. ആ ഡ്രസ്സൊക്കെ നോക്കിയല്ലേടാ, പെർഫെക്റ്റ്. ഞാൻ റെപ്പൻസിലിൻ്റെ ഏറ്റവും വലിയൊരു ഫാനാണ് കേട്ടോ. എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്.
മെല്ലെ കേട്ടോ. അപ്പൊ ലുലുവിൽ ഈ ഒരു ഓഫർ ആരൊക്കെ യൂട്ടിലൈസ് ചെയ്തെന്ന് കമന്റ് ചെയ്യാം. ഇവിടെ നോക്കട്ടെ പോക്കെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുടി നന്നായി കൊഴിയുന്നുണ്ടോ? ദൈവമേ, ഡാൻഡ്രഫ് ആയിട്ടാണോ വന്നിരിക്കുന്നത്? അല്ല 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 ടിയ, ഡാൻഡ്രഫ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കെമിലിയാണ്. ഓന്ത് ചേട്ടനെ കിട്ടിയിട്ടുണ്ട്, ഒരു ഓന്ത് ചേട്ടൻ കിട്ടിയിട്ടുണ്ട്. പെയിന്റിന്റെ നല്ലൊരു ലോങ് ഹെയർ. അയ്യോ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ നമ്മുടെ ഈ റെപ്പിൻസലിന് ഇഷ്ടമായവരൊന്ന് കമന്റ് ചെയ്യാട്ടോ. നമ്മുടെ റെപ്പിൻസലിന്റെ മുടി കാണിച്ചു തരാം, ഹെയർ കാണിച്ചു തരാം. എന്റെ പൊന്നൊട്ടി, ഈ കുട്ടിനെക്കാളുണ്ട് അല്ലേ? എന്ത് ഭംഗിയാ നോക്കിയാ ഡ്രസ്സും ആ ഹെയറിന് കൊടുക്കണം 100 മാർക്ക്. എന്നിട്ട് ഈ കുട്ടി ഇത് ഫിറ്റ് ചെയ്യാണ്. എന്ത് ഭംഗിയാ, ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ശരിക്കും നിക്കടോ. എടാ മമ്മ ഡൈ ഹാർട്ട് ഫാൻ ടിയ. ഓ മൈ ഗോഡ്, എന്ത് ബ്യൂട്ടിഫുൾ ആക്കി. അതിന്റെ ആ കാലും ചിപ്പി, അതിന്റെ മുടി നോക്ക്. ഇനി ടീക്കുട്ടി ഇനി അതിൽ തന്നെ ആയിരിക്കും. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ടീക്കുട്ടി ഇത് ഫിറ്റ് ചെയ്യാൻ പോവാട്ടോ. എങ്ങനെയാടാ? ഓക്കെ, വരയ്ക്കാൻ പോവാടാ. ഓക്കെ, പെയിന്റ് ബ്രഷും കൂടെ കയ്യിൽ വെക്കുന്ന. ഓ മൈ ഗോഡ്. എന്നിട്ട് എങ്ങനെയാടാ വരയ്ക്കണേ? എങ്ങനെയാ വരയ്ക്ക? ആ, പെയിന്റ് ബ്രഷ് തിരിച്ചു വെച്ചിട്ടാണ് നമ്മുടെ ടീക്കുട്ടി വരച്ചു കൊടുക്കണേ കേട്ടോ. നിക്കോ റെപ്പിൻസൽ. അങ്ങനെയാണ് വെക്കുക. കെമിലിയോണും റെപ്പിൻസലും ആണ് ഫ്രണ്ട്സ്. പക്ഷെ ആ ഭാഗത്ത് വെക്കാൻ കിട്ടുന്നില്ല ഗൈസ്, ചാടി പോകുന്നു. റെപ്പിൻസിൽ പെയിന്റ് ചെയ്യാണ്. ഓക്കെ, പെയിന്റ് ചെയ്ത് മതിയായിട്ട് നമ്മളത് അവിടെ വെച്ചിരിക്കുക കേട്ടോ. ലാന്റേൺസ്. ഓ, മുടി പിന്നാണോ? അതെന്താ? ഓ, സർജറി ചെയ്തിരിക്കുകയാണോ റെപ്പിൻസിലിനെ? കാണാൻ പറ്റും തോന്നുട്ടോ. മുടിയൊക്കെ നോക്കി മൊട്ടയായോ? ഈ മുടി പിന്നെ നിനക്ക് പിന്നാൻ അറിയോ? ഓക്കെ, ഞാൻ ഇങ്ങനെ പൊക്കി പിടിക്കാം. ഓക്കെ, നമ്മുടെ ടീക്കുട്ടി പിന്നാൻ നോക്കാണ്. ആർക്കൊക്കെ പിന്നൽ അറിയാൻ പറ്റും ഗേൾസിന്? ഓക്കെ, ആർക്കൊക്കെ പിന്നൽ അറിയാൻ പറ്റുമെന്ന് കമന്റ് ചെയ്യൂ. ഒരുമിച്ചെടുക്കണം, ഒരേ പ്രപ്പോർഷൻ എടുക്കണം കേട്ടോ ടിയ. ഇല്ലാച്ചാ കിട്ടില്ല. എടാ റെപ്പിൻസിൽ പറഞ്ഞെങ്കിൽ ഡിസ്നി ഇല്ലെങ്കിൽ ബാർബിയിലൊക്കെ ഏറ്റവും കൂടുതൽ ലോങ് ഹെയർ ഉള്ള ഒരേ ഒരാളേ ഉള്ളൂ റെപ്പിൻസിൽ. അത് മനസ്സിലായില്ലേ? അയ്യോ എന്തുമാതിരി പിന്നലാട്ടിയ. സാരില്ല, അത് വലിച്ചു കെട്ടുമ്പം ശരിയാവും. അങ്ങനെ ഇതേ നമ്മുടെ റെപ്പിൻസിൽ ചേച്ചിനെ പിന്നിക്കട എന്ത് ഭംഗിയാ നോക്കിയേ. ഓ മൈ ഗോഡ്, നന്നായിട്ട് ടൈ ചെയ്ത് നന്നായിട്ട് വലിച്ചു കെട്ടു. പിന്നെ പൊട്ടൊന്നുമില്ലടാ ഗൈസ്. അങ്ങനെ ടീക്കുട്ടി അത്യാവശ്യം. നീ ഇതെങ്ങനെ പിന്നെ പഠിച്ചു? അമ്മ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ മുടിയിൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? കാരണം അമ്മ മുടി കൊടുക്കാറില്ല ഗൈസ്. പിന്നെ ടീക്കുട്ടിക്ക് പിന്നാനുള്ള മുടിയും ഇല്ല. ഓ മൈ ഗോഡ്, എങ്ങനെയുണ്ട് പിന്നത്? കമന്റ് ചെയ്യും. ഓക്കെ ഓക്കെ, അത് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം. അടുത്ത് നമ്മൾ വാങ്ങിയത് പാടാം. ഓക്കെ, പിന്നെ മെർമെയ്ഡ്. ആ ഓക്കെ. ഓ അതാണോ പറയണേ? മമ്മയ്ക്ക് അത് മനസ്സിലായില്ല. ഓക്കെ, അത് സൈഡിൽ മാറ്റി വെച്ചു. ഓക്കെ, ഇതിന് ചാച്ച ഉറങ്ങിക്കോട്ടെ. ഓക്കെ, ഇനി നീ മുകളിലോട്ട് കൊണ്ടുവച്ചോ. ഇനി നെക്സ്റ്റ് നമ്മൾ വി ആർ ഗോയിങ് ടു അൺബോക്സ്. എടാ ടോക്കി വോക്കിയാണോ വോക്കി ടോക്കിയാണോ? ഉറപ്പാണോ? ഓ ശരി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതും ഓഫറിലാണ്. ഇതെനിക്ക് തോന്നുന്നു ഐ തിങ്ക് 50% ഓഫർ. അതെ, 800 rupees മറ്റേ ഉള്ളൂ. വളരെ കുറവിൽ നമുക്ക് കിട്ടിയതാണ്. അതും ലുലു എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാ പ്രൊഡക്ട്സും ബ്രാൻഡായിരിക്കും. ക്വാളിറ്റി വൈസ് ആണെങ്കിലും ശരി. ബാറ്ററി എത്ര? പക്ഷേ സൂപ്പർമാൻ്റെ കിട്ടിയത് കേട്ടോ. ഓപ്പൺ ആക്കിയേ. അപ്പോൾ അതേ നമ്മുടെ 2 ടോക്കി വാക്കി ഇവിടെ ഉണ്ട്. കുഞ്ഞി സ്ക്രൂ ഡ്രൈവർ, കുഞ്ഞിന്റെ സ്ക്രൂ നോക്കട്ടെ. ചിക്കു റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ആക്കാൻ പറ്റുമോ അതിക്കൂട്ടാ? ഓക്കെ, അതാ വേണ്ട. എന്ത് പറ്റി മോളെ? ഗൈസ്, ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇതിലെ ബാറ്ററി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അതായത് നമ്മൾ നോക്കിയില്ല. ഭയങ്കര ഓവർ സന്തോഷത്തിൻ്റെ ഇടയിൽ എന്തായിട്ട് ചെയ്യാം,
നമുക്ക് നോക്കാൻ പറ്റില്ല. ഈ ഒരു ടൈപ്പ് ബാറ്ററിയാണ് വേണ്ടത്. അതില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പൊട്ടിത്തെറിക്കും. നമ്മുടെ കയ്യിലൊക്കെ ഇത് ഇത്ര വലിയ വലിയ ബാറ്ററീസാണ് ഉള്ളത്. അപ്പം നമ്മൾ പരാജയപ്പെട്ടു ഗൈസ്. മമ്മ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ ഓക്കെ. അപ്പോൾ ഗൈസ്, അതാണ് ഓവർ സന്തോഷിച്ചാൽ എന്തിനും ഒരു സങ്കടം ഉണ്ടാവും എന്ന് പറയുന്നത്. അങ്ങനെ അതൊരു ചെറിയ പ്രശ്നമായിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ. ഈ സംഗതിയൊക്കെ അടിപൊളിയാട്ടോ. ഒരു വലിയൊരു ഗണ്ണാണ്. അപ്പം ഇതാണ് ഒരു ഗൺ. ഇത് നമുക്ക് 50% ഓഫറാണ്. വെറും 200 രൂപയ്ക്കോ മറ്റും കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അദ്ദിക്കുട്ടൻ വേണ്ടാന്ന് പറഞ്ഞ സാധനമാണ്. എന്നിട്ട് നമുക്ക് ഓഫർ കണ്ടിട്ട് വാങ്ങിയത്. അതിനൊക്കെ നല്ല റേറ്റ് ആട്ടോ. അതിന് 1000 റുപ്പീസ് വരുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പം അത്രയും റേറ്റ് നമുക്ക് വരുമ്പം ഇതെന്താണ്? അത് ബുള്ളറ്റാ. ഒയ്യോ എന്തല്ലേ ടിയോ അതിന്റെ ഒരു സാധനം. അദ്ദിക്കുട്ട ഇത് എവിടെ എറിയരുത് വന്ന. ഒന്നുകൂടെ ഡാഡി ഇപ്പം അത് എടുക്കും. ഇനിയും കട്ട് ചെയ്തില്ലേ? ഓക്കെ, ഇത് ബുള്ളറ്റ് എവിടെയാ ഇനിയിപ്പം ഫില്ല് ചെയ്യാ? എന്നിട്ട് കിട്ടിയാ എങ്ങനെയാ? തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്യാനാണ്. നോക്കട്ടെ എങ്ങനെയാ ഇടുക. ഓക്കെ, അത് ഇടുമ്പം അത് ഉള്ളിലോട്ട് ശരിക്കും പോകുന്നുണ്ടോ? ഓക്കെ, മൊത്തത്തിൽ വലിക്കണം. അങ്ങനെ ആക്കരുത് കേട്ടോ, പുറത്ത്. ഓക്കെ, അങ്ങനെ ആക്കണ്ടേ? ഒരു മിനിറ്റ് ഗൈസ്. നമ്മൾ ഇത്രയും ബുള്ളറ്റ്സ് ഇങ്ങനെ ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. എത്ര എണ്ണം ലോഡ് ചെയ്യാൻ പറ്റണ? 5 എണ്ണോ? ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് ഈ ബുള്ളറ്റ് എന്ന് പറയുന്നത് സ്പോഞ്ചാണ് ഗൈസ്, അല്ലേ ടിയ? ശരിക്കും സ്പോഞ്ചാണ്. അതുകൊണ്ട് ഹാംഫുള്ളേ അല്ല. നിങ്ങൾക്ക് ഒരു മിനിറ്റ് ടിയ ഒന്ന് പ്രസ് ചെയ്തേ. ഇത് കണ്ടോ? ഇത് ഹാംഫുള്ളേ അല്ല, ചുമ്മാ ഒരു സ്പോഞ്ച് മാത്രം കേട്ടോ. വളരെ സേഫാണ്. ഒരു മിനിറ്റ് ഇങ്ങോട്ടോ. അതല്ല, വെയിറ്റ്. ഇതെങ്ങനെയാ ചെയ്യാ? ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. നമുക്ക് ഈ പില്ലറിന്റെ അവിടെ തട്ടിക്കാൻ പോവാണ്. പില്ലറിന്റെ ഈ സ്ക്വയറിൽ ചെയ്യണം കേട്ടോ. പില്ലർ ഇത് വലിച്ചോ? അതല്ലേ ഞാൻ പറഞ്ഞേ. അതല്ല അദ്ദിക്കുട്ടൻ പറഞ്ഞേ. വലിക്കൂ. അല്ലടാ, അത് ലോഡാക്കുന്ന ഇതിനിങ്ങനെ ഇങ്ങനെ. ഓക്കെ, സ്ക്വയറിൽ തട്ടണേ. അല്ല, പോയി വേഗം സ്പീഡിൽ ചെയ്. ഓക്കെ. ഓ, അത് അടിപൊളി. അത് തട്ടിപ്പൊളി കേട്ടോ. അടിപൊളി. അടിപൊളി കേട്ടോ ഗൈസ്. സൂപ്പർ ആട്ടോ. പൊളിച്ചു. കഴിഞ്ഞോ? ഇല്ല ഗൈസ്, ലാസ്റ്റ്. ഓക്കെ, സ്ട്രക്കായോ? ടീക്കുട്ടിക്ക് ശക്തി ഇല്ലാത്തതുകൊണ്ടാ. യെസ്, സംഗതി എന്തായാലും ടിയ സക്സസ് ആണ്, വേർത്താണ്. 100ൽ 100% മാർക്ക് കൊടുക്കാം. ഓക്കെ ടിയ, ബോ ആൻഡ് ആരോ ആണ് ഗൈസ്. അപ്പോൾ ഇതും എനിക്ക് ഇത് 20 അല്ല, ഇതും 50% ആണ്. വേറെ 200-300 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. 600 രൂപയുടെ സാധനമാണ്. എനിക്ക് വയ്യ. ഞാനിത് ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ. നിങ്ങൾ അത് വിചാരിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കട്ടെ. ഞാൻ വാങ്ങിച്ചു തരാറുണ്ടടാ ഗൈസ്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ലുലുവിൽ പോയിട്ട് ഇതുപോലത്തെ സംഭവങ്ങളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. പക്ഷെ ഈ ഓഫർ സൂപ്പറാണ് ഗൈസ്, പൊളിച്ചടുക്കി. അപ്പോൾ ആരുടെയൊക്കെ പാരൻസ് ആണ് ലുലുവിൽ പോയി എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിയിരിക്കണതെന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഇപ്രാവശ്യം ഫുൾ ടോയ് സെക്ഷൻ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇനിയും വാങ്ങിക്കാനുണ്ട് ഗൈസ്, സമയമില്ല. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ രാത്രി 11 മണി. ഓക്കെ, ആദ്യം ഒരു ബോ ആൻഡ് ആരോ. ഇത് കളയരുത് കേട്ടോ. വേണ്ട, ഇതാണ് നമ്മുടെ മാസ്റ്റർ. ഇതിങ്ങനെ ഹാങ് ചെയ്യാൻ വല്ലതും പറ്റൂ? എങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുക? അതില് വെക്കാം. ഇതിപ്പോ എങ്ങനെയാ ചെയ്യാ? ഇങ്ങനെയാണോ പിടിക്കുക? ഡാഡി ഇപ്പൊ ഇല്ല, ഓഫീസിലാണ്. അപ്പൊ ഡാഡി വരുമ്പോ നമുക്ക് അൺബോക്സ് ചെയ്ത് അങ്ങനെയാണോ വെക്കുക? അങ്ങനെ വെച്ച് എങ്ങനെ വെക്കട്ടെ? എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണ്. അദ്ദിക്കുട്ടാ, ഒരുപാട് സമയമെടുത്ത് കണ്ടുപിടിച്ചതേ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെയാണ് കേട്ടോ ഇടേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? 1 മിനിറ്റ് ആയിട്ടില്ല. വാ,
ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് കാറിൽ കൊള്ളാൻ പറ്റുമോ നോക്കാം കേട്ടോ. ആ ചെയ്തേ, നന്നായി വലിച്ചിട്ട് വിടൂ. ഗ്ലാസ്സിലേക്ക് വിടരുത് കേട്ടോ. ആ വലിച്ചിട്ട് സ്പീഡിൽ വിടണേ. ഓ സക്സസ് ആണ്. മമ്മയുടെ കാറിൽ ചെയ്തോ, ഡാഡിയുടെ കാറിൽ ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഒന്നില്ല കേട്ടോ ഗൈസ്, സുഖാണ്. താഴേക്ക് ചെയ്ത് നോക്കട്ടോ. താഴേക്കല്ല, നീ ഒരു കാര്യം ചെയ്യ്, ഈ പില്ലറിൽ ചെയ്യ്, ഈ വലിയ പില്ലറിൽ ചെയ്യ്. അതികുട്ടൻ അതിൽ ചെയ്യുന്നുണ്ട്, നീ വലിയ എന്നാലും എത്ര ദൂരം പോകുന്നുണ്ട് നോക്കട്ടിയാ. ഓക്കെ ഫൈൻ. അതികുട്ടൻ ഇവിടെ മറ്റേ ഇത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ യെസ്. അതികുട്ടൻ ചെയ്യൂ, വലിച്ച് നന്നായി വലിക്കൂ. ഓക്കെ. അവിടെ ചെയ്യണതിന് എന്തിനാ അതികുട്ടൻ നമ്മൾ മാറണേ? ഓക്കെ. നന്നായി ചെയ്യ്, നന്നായി പ്രസ് ചെയ്തിട്ട്. എടാ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഇത് ഓക്കെ. എന്താണ് ലാസ്റ്റ് വൺ? ഓക്കെ 50. ഒന്ന് പൊക്കിയിടാത്. ഓക്കെ, അപ്പം ഒരു പിസ്സ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ലിയോമി വന്നു. ഓക്കെ, ഇത് എറിയാനുള്ളൊരു സംഭവം കേട്ടോ. അതൊക്കെ നല്ല രസമാട്ടോ. ഇത് വെക്കേഷനൊക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കില്ലേ ടിയ? ഇതെങ്ങനെയാടാ ഓപ്പൺ ആക്കുക? നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. ക്വാളിറ്റിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അത്ര ബിൽഡിംഗ് ആണെങ്കിലും പാക്കിംഗ് ആണെങ്കിലും എല്ലാം സൂപ്പർ സാധനം കേട്ടോ. നമുക്ക് ഇതിൻ്റെ വലിയ സൈസ് നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അമ്യൂണിറ്റീസിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോടാ. കുറേ പ്ലാനിങ് ഉണ്ട് ഗൈസ്. ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കൈ വെച്ചോ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതേണ്ട ഒരു ഇതിലാക്കിയിട്ട് വെക്കാം, റൂമിൽ തന്നെ ആക്കിയിട്ട് വെക്കാം, എങ്ങനെ വേണമെങ്കിലും. ഓ മൈ ഗോഡ്, ജസ്റ്റ് മാഗ്നറ്റ് ആണ്. ഇതിലിങ്ങനെ ഇട്ടാൽ ഓക്കെ. എന്ത് ബുള്ളിൻ? ഓക്കെ, ബുള്ളിൻ്റെ ആയി. ഇതെന്ന് പറയുന്ന ഔട്ടർ ബോൾ ആണ്. ഏതാണ്? ഇത് ഈ പച്ച കളർ. ഓക്കെ, ബുള്ളായി ഔട്ടർ. ഇത് പറയുന്നത് ട്രിപ്പിൾ ആണ് ട്ടോ ഗയ്സ്. അതികൂട്ടൻ ഇത്ര അടുത്ത് നിന്നിട്ട് പോലും ഇതെന്ന് പറയുന്നത് സിംഗിൾ ആണ്, ഇതെന്ത് ഡബിൾ. ഓ മമ്മയാണ് കൊണ്ടത്. ഓക്കെ, അടുത്തെറിഞ്ഞിട്ട് ആ ബുള്ളായിൽ ആരൊക്കെ ചെയ്യാൻ പറ്റും? ഓ ടിയ അടിപൊളി. ആ യെല്ലോ ചെയ്തത് സൂപ്പർ ടിയ. നോ ആർക്കും ആ റെഡിൽ വരാൻ പറ്റില്ല. ഒന്നുകൂടെ ടിയ. ആ ബുള്ളായി, ഒരു മിനിറ്റ്, ബുള്ളായിൽ അതായത് ഈ ഒരു സംഭവത്തിൽ വരണം കേട്ടോ. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്യാം. ഇവിടെ ഫിക്സ് ചെയ്തിട്ട്. ഓ ഇത്ര ദൂരം നിൽക്കരുത് ടിയ, ഇത്ര ദൂരം നിൽക്കരുത്. എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. കുറച്ച് അടുത്ത് ടിയ. അതിൻ്റെ മാഗ്നറ്റ് കളയാല്ലാതെ. അത് നോക്കി ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. എവിടെ തട്ടി? ഒരു യെല്ലോ. ഓക്കെ, ഒരു യെല്ലോ. ബുള്ളായി പോയിട്ട് റെഡായി പോലും വരുന്നില്ല ഗൈസ്. 3 എണ്ണം. ഇതാണ് ടീക്കുട്ടി ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടീക്കുട്ടി ഒന്നും നടക്കുന്നില്ല കേട്ടോ. ബുള്ളായി എവിടെ കിടക്കുന്നു? ഓഹോ അടിപൊളി. ഗൈസ് ബുള്ളായിൽ ടച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. ടീക്കുട്ടിക്ക് ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത വീഡിയോ കാണാം.